ഈ മലയുടെ മോളെ കൊണ്ട് എന്തിനാ കല്യാണം വെച്ചിരിക്കുന്നത്? പെണ്ണിനും ചെറുക്കനും ഇഷ്ടമാണെങ്കിൽ പിന്നെ എവിടെ വെച്ച് കല്യാണം നടത്തിയാൽ എന്താ? നിശ്ചയം ജയ്പൂർ പാലസിലും കല്യാണം ബക്കിംഗ്ഹാം പാലസിലും വേണമെങ്കിലും വെച്ച് നടത്താം. ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ. ആ നമസ്കാരം നമസ്കാരം. വരൂ വരൂ. വെൽക്കം മരുമകനെ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ വരൂ വരൂ. എന്താ കല്യാണ പെണ്ണിനെ കാണാനില്ലെന്നോ? അളിയാ, കല്യാണ പെണ്ണ് ഒളിച്ചോടിയെന്ന്. എടാ വണ്ടി എടുത്തോണ്ട് പോയി നോക്കടാ എവിടെന്ന് വെച്ചാ. അളിയാ, ഞങ്ങളുടെ ആചാരപ്രകാരം നിശ്ചയത്തിന് കല്യാണപ്പെണ്ണ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? വേണമെങ്കിൽ നിശ്ചയത്തിന് മരുമകന് ഫോണിൽ സംസാരിക്കാം. അയ്യോ, ഇയാൾ പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. എന്താ ആചാരം? ഇതെന്റെ സഹോദരന്റെ മകളായിരുന്നെങ്കിൽ ഈ നേരെ ചെറുക്കന്റെ മടി കയറി ഇരുന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ അന്നേ ആ കല്യാണം വേണ്ടെന്ന് വെച്ചത്. ഓ മൈ ഗോഡ്. മരുമകനെ ഇതിനിത്ര തിടുക്കം കൂട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പറയാം. അവനവിടെ നിന്ന് എന്തൊക്കെയോ പ്രാന്ത് പറയാ. ചെറുക്കൻ്റെ ഫ്രണ്ട്സ് ഒരു ലിമിറ്റും ഇല്ലാതെ വെള്ളമടിച്ച് ബോധം കിട്ടി കിടക്കുക. ബാഡ് ഹാബിറ്റ്സ് എല്ലാവർക്കും ഉണ്ടാവും. ബാങ്ക് ബാലൻസ് കുറച്ച് പേരൊക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ട ബ്രാൻഡ് നോക്കി ബോട്ടിൽസ് അഴിച്ചേര്. ചേട്ടാ, നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യണ്ട. അവര് കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. കണ്ണ് കെട്ടിയ ശേഷം സൂര്യ നമസ്കാരം ചെയ്തിട്ട് എന്താ? ഒരു നിമിഷം. ഹലോ, ആ പറഞ്ഞോളൂ നാത്തൂനെ. എടാ, നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്നത് കല്യാണമല്ല, ശേഷക്രിയയാണ്. ഹലോ, വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണല്ലേ? ഇനി 1 മണിക്കൂറിനകം നിന്നെ കൊന്നിരിക്കുമടാ. എവിടാ നീ? നിന്റെ മരണത്തില്. അളിയാ, എന്താ അളിയാ? ഞാൻ IG കണ്ടിട്ട് വരാം. നീ കല്യാണ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ഓ ശരി അല്ലേ. സാർ, നിങ്ങൾ ഗസ്റ്റ് ഹൗസിലല്ലേ? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കണം. ഞാനില്ലാതെ നിങ്ങൾ മാനേജ് ചെയ്യില്ലേ? എന്താടാ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവില്ലേ? ഓടിക്കോ. ഹലോ, വാട്ട്? എങ്ങനെയാ നടന്നേ? ആരാ ചെയ്തേ? ഉത്തരം നിങ്ങളാ പറയേണ്ടത്. അവരുടെ ഗണ്ണ് ജാമായി, അതുകൊണ്ടാ എന്റെ അളിയൻ രക്ഷപ്പെട്ടത്. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാ. നിന്നെയൊക്കെ സെക്യൂരിറ്റി ആക്കിയത് ഞങ്ങളുടെ തെറ്റ്. സാറേ, നിങ്ങൾ ദേഷ്യപ്പെടല്ലേ. ഇനി ഞങ്ങൾ സെക്യൂരിറ്റി കുറച്ചുകൂടെ ടൈറ്റ് ആയിക്കോളാം സാർ. നിങ്ങൾ ടൈറ്റും ചെയ്യണ്ട, ലൂസും ചെയ്യണ്ട, ഒരു കോപ്പും ചെയ്യണ്ട. ഇങ്ങോട്ട് അയച്ച ആൾക്കാരെ ഞങ്ങൾ തിരിച്ചയച്ചേക്കാം. സാർ സാർ അളിയ, ഈ സെക്യൂരിറ്റിയെ നമുക്ക് തിരിച്ചയച്ചേക്കാം. നമുക്ക് നമ്മുടെ പിള്ളേരിറക്കി കളിക്കാം. ജീവൻ പോകുന്നതുവരെ അവർ നമുക്ക് വേണ്ടി പോരാടാൻ തയ്യാറാണ്. എന്നെ കൊല്ലാനുള്ള ധൈര്യവും ഞാൻ ചത്താനുള്ള ലാഭവും ആർക്കാണെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. ഭഗവാനെ, ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളെ ഈ ആപത്തിൽ നിന്ന് ആരാ രക്ഷിക്കുക? ആരുണ്ട്? 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 ആരുണ്ട്?
എടാ ഞങ്ങൾ ആരാന്നറിയാമോടാ? അറിയാം, പെൺകൊന്നന്മാര്. രാജ്, അൽവാൽ രാജ്, ഫാൻ ഓഫ് യഷ് രാജ്. ബോസിന്റെ പെണ്ണിന്റെ പുറകെ പോയി ലൈൻ അടിക്കോടാ. അടിക്കോടാ, അടിക്കോ, അടിക്കോ. അണ്ണാ ബഹളം വെക്കുന്ന എന്തിനാ? പതുക്കെ പറഞ്ഞൂടെ? അണ്ണന്റെ പെണ്ണിന്റെ പുറകെ നടക്കല്ലേ. ഞാൻ പിന്മാറുകയല്ല. ഏയ് അവനെ വിട്ടേര്. വിട്ടേക്കാം, പക്ഷെ അവന്റെ പെണ്ണിനെ വിട്ടേരില്ല. വിട്ടില്ലെങ്കിൽ എന്താടാ? എന്താണെന്ന്? എനിക്ക് മാത്രം റൊമാൻസ്, എന്റെ പിള്ളേർക്കെല്ലാം വയലൻസ്. മൈ ഡിയർ റൗഡീസ്, ഇപ്പൊ എന്ത് ചെയ്യടാ? ഓടിപ്പോകാം. ഇവനൊക്കെ എടുത്തിട്ട് ചവിട്ടിയാ അവസാന ഷേപ്പ് എന്താവെന്ന് എനിക്ക് പോലും അറിയില്ല. താൻ എന്നെ തല്ലുവാടോ? എടേ സൈദുരു അണ്ണാ, ഇവൻ നമ്മളൊക്കെ എടുത്തിട്ട് അടിച്ച് ഷേപ്പ് മാറ്റുമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ 1000 രൂപ തരും. ഇല്ലെങ്കിൽ ഞാൻ ഇവൻ 1000 രൂപ കൊടുക്കും. നിന്റെ മേൽ ബെറ്റ്. അടിയണ്ണ, അടിയണ്ണ, ഞങ്ങളെ അടിയണ്ണ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് 1000 രൂപ കിട്ടും. അണ്ണനൊന്ന് ആദ്യം അടി, എന്നിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ. അടിക്കണ്ണ, അടിക്ക്, അടി, അടി. അടി തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ നിർത്തില്ല. അയ്യോ അണ്ണ, അയ്യോ അണ്ണ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജീപ്പില് ഗുണ്ടകളെയും കൂട്ടി വന്ന് എന്റെ പിള്ളേരെ തല്ലിട്ട് അങ്ങ് പോവാന്ന് കരുതി നോക്കി. ഏയ് എടുക്കടാ 1000. അവന് കൊടുക്ക്. വാങ്ങിക്കടാ. പന്തയും കുതിരകളുടെ മേലാണ്, സിംഹത്തോടാവരുത്. ശരി അണ്ണാ. ഒറിജിനൽ തന്നെയാണോ അണ്ണാ ഇത്? ഗതയാണെങ്കിലും ഗണ്ണാണെങ്കിലും ഒറിജിനൽ വാങ്ങിക്കുന്നത് എന്റെ ശീലം. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഒരു തവണ എന്നെ നോക്കി ഒന്ന് ചിരിക്ക്, എല്ലാരും ഒന്ന് കണ്ടോട്ടെ. ശരി. പത്മ, പത്മ, ഇതെന്താണ്? ഭയ്യാ, ഒരാണിന്റെ വിജയത്തിന്റെ പുറകില് ഒരു പെണ്ണുണ്ടാവുന്ന കേട്ടിട്ടില്ലേ? അതുപോലെ 2 ആണുങ്ങളുടെ തല്ലിന്റെ പുറകിലും തീർച്ചയായിട്ടും ഒരു പെണ്ണുണ്ടാവും. പത്മ ശരിക്കും പറ, ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. ഇവനോ അവനോ? He's just friend. Love your friend. ലോട്ടറി അടിച്ചല്ലോടാ. ഓ മൈ ഗോഡ്, ക്ലാരിറ്റി ആയി ഭയ്യ. ഇത് നിനക്ക്, അവൾ അവന്. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ
ആ ഗിറ്റാർ, ഈ കോട്ട്, ആ പോസ്റ്റർ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എന്തായാലും അലവാരാജ് തന്നെ. യേശുരാജ് തന്നെ. ഇത്രയും ഫിലോസഫി നിന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ എവിടെ നിക്കണ്ടവനാ? അത് കണ്ട് ആനന്ദിക്കാൻ എന്റെ വിധി. എന്റെ കുട്ടനല്ലേ?